തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡ് തകർന്നു വീണ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം വൈകിയെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. തൃശൂർ അമലാനഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിനെ തുടർന്ന് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി. തെരഞ്ഞെടുപ്പ് സമയത്ത് മാളയിൽ CPM തനിക്കെതിരെ വലിയ ആക്ഷേപങ്ങളാണ് പ്രചരിപ്പിച്ചിരുന്നതെന്ന് മന്ത്രി OJ ജനീഷ്. വയനാട് ഫണ്ട് ഉപയോഗിച്ചാണ് പോസ്റ്ററും ബാനറും തയ്യാറാക്കിയതെന്ന് DYFI പ്രചരിപ്പിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ അപകടം ആശങ്കയുണർത്തുന്നു. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡ് തകർന്നു വീണ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം വൈകിയെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. അവരെ വായ അവര് നമ്മളെ പൊക്കിയാണ് ഇപ്പൊ എടുത്തത്. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലാണ് അപകടമുണ്ടായത്. പാർക്കിലെ റൈഡിന്റെ ഭാഗം പൊട്ടി താഴേക്ക് പതിച്ചതോടെയാണ് സംഭവം. അപകട സമയത്ത് റൈഡിൽ നിരവധി പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. 26 പേരാണ് ജെൻവിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരിൽ 2 പേർ കുട്ടികളാണ്. ഒരു കുടുംബത്തിലെ 5 പേർക്കും അപകടത്തിൽ പരിക്കേറ്റു. മാലിനി, ശ്യാം ഡാനിയൽ, ഡ്രോസ്, മനോരഥി, സീമണി എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റൈഡിന്റെ വെൽഡിംഗ് ഭാഗം പൊട്ടിയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്ന് പാർക്കിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. അപകടം സംഭവിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതെന്നും അപകടമുണ്ടായിട്ടും ആളുകളെ ഒഴിപ്പിക്കാത്തതായും നാട്ടുകാർ ആരോപിച്ചു. റൈഡിന്റെ പല ഭാഗങ്ങളും തുരുമ്പെടുത്ത നിലയിലായിരുന്നുവെന്നും ആംബുലൻസ് എത്താൻ വൈകിയതായും പ്രദേശവാസികൾ പറയുന്നു. പരിക്കേറ്റവരെ മാലിന്യം കൊണ്ടുപോകുന്ന വാഹനത്തിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അതേസമയം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. പോലീസ് സംഘവും സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപകടത്തിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായെന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തൃശൂർ അമലാനഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. നാട്ടുകാരുടെ സംയോജിത ഇടപെടലിനെ തുടർന്ന് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കുകയും വൻ ദുരന്തം ഒഴിവാക്കുകയും ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. തൃശൂർ അമലനഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ തീപിടുത്തമുണ്ടായത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. അമല ആശുപത്രിക്ക് സമീപം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. നെടുമങ്ങാടിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന ബസ്സിനുള്ളിൽ നിന്നാണ് പെട്ടെന്ന് തീയും പുകയും ഉയർന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ബസ് നിർത്തിക്കുകയായിരുന്നു. തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി. ഇതിനു പിന്നാലെ നാട്ടുകാർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് സമയോചിതമായി തീയണച്ചതോടെ വൻ ദുരന്തമാണ് ഒഴിവായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ബസ്സിന്റെ ഡീസൽ ട്യൂബ് കത്തി നശിക്കുകയും ഡീസൽ പുറത്തേക്ക് ചോരുകയും ചെയ്തിരുന്നു. നാട്ടുകാരുടെ ജാഗ്രതയും അതിവേഗ ഇടപെടലും മൂലം ആളപായമൊന്നുമില്ലാതെ വലിയൊരു അപകടം ഒഴിവാക്കാനായതായി അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. തെരഞ്ഞെടുപ്പ് സമയത്ത് മാളയിൽ CPM തനിക്കെതിരെ വലിയ ആക്ഷേപങ്ങളാണ് പ്രചരിപ്പിച്ചിരുന്നതെന്ന് മന്ത്രി OJ ജനീഷ്. മാളയിൽ നന്ദി പ്രകടനത്തിന് എത്തിയതായിരുന്നു മന്ത്രി. വയനാട് ഫണ്ട് ഉപയോഗിച്ചാണ് പോസ്റ്ററും ബാനറും തയ്യാറാക്കിയതെന്ന് DYFI പ്രചരിപ്പിച്ചു. വ്യക്തിപരമായി ആക്ഷേപിച്ചു. എന്നാൽ എന്നെ അറിയാവുന്ന മാള വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചെന്നും ജനീഷ് പറഞ്ഞു. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ പറയാതിരിക്കാനും വ്യക്തിപരമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനുമാണ് മാളയിലെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളിൽ പരിപൂർണമായി മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന്
മാളയിലെ വ്യാപാരി സുഹൃത്തുക്കൾക്കറിയാം. കാരണം ഈ കാണുന്ന രൂപപ്പള്ളിക്ക് മുമ്പിലാണ് ഇവിടെ യുവജന സംഘടനയുടെ സമരം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സമരം നടന്നത്. പിന്നെയും ചില സമരങ്ങൾ മാളയിൽ നടന്നു. പിന്നെയും കുറെ പോസ്റ്ററുകൾ മാളയിൽ ഒട്ടി. ഒരു പോസ്റ്ററിൽ പോലും സത്യം പറഞ്ഞില്ല. ഒരു സമരത്തിന്റെ വേദിയിൽ പോലും സത്യം പ്രസംഗിക്കുന്നില്ല. എല്ലാ വേദികളിലും എല്ലാ പോസ്റ്ററുകളിലും എല്ലാ ക്യാമ്പയിനുകളിലും ഞാൻ ഉൾപ്പെടുന്ന UDFന്റെ സംവിധാനത്തെ മുഴുവനായി ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും കടന്നുപോയി. ഇവിടെ ഒരു DYFI നേതാവ് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ കേട്ടു. ആ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡിനോടും പോസ്റ്ററിനോടും ചെവിയിൽ അല്പം ചേർത്ത് പിടിച്ചാൽ വയനാട്ടിലെ മുണ്ടക്കെ ചുരങ്ങളിലെ ദുരന്തബാധിതരായ ജനങ്ങൾ ആ വെള്ളപ്പൊക്കത്തിൽ കുത്തിയൊടിച്ചു പോകുമ്പോൾ അതിന്റെ ഭൂതം വിട്ടുനിറയുന്ന ആ നിമിഷങ്ങളിൽ പലരും വിളിച്ച് കരയുന്ന കരച്ചിലെ ആ പോസ്റ്ററിൽ നിന്ന് കേൾക്കാം, ആ ഫ്ലെക്സ് ബോർഡിൽ നിന്ന് കേൾക്കാം. അവന്റെ പണം കട്ടെടുത്തിട്ടാണ് ഞാനിവിടെ മത്സരിക്കാൻ വേണ്ടി പോസ്റ്റർ എടുക്കുന്നതും ഫ്ലെക്സ് എടുക്കുന്നതും കടന്നു വന്നതും എന്നടക്കമുള്ള പ്രകടനങ്ങൾ ഇവിടെ നടത്തി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടും ശക്തമായ കാറ്റോടെയും കൂടിയ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലയിലടക്കമാണ് യെല്ലോ അലർട്ട്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും തിങ്കളാഴ്ച കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. അതേസമയം അടുത്ത മണിക്കൂറുകളിൽ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ ലഭിക്കാനാണ് സാധ്യത. മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി. സാധാരണ ഗൾഫ് നാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഈന്തപ്പഴം ഇനി തൃശ്ശൂരിലും. കൊടകരയ്ക്കടുത്ത് ആളൂരിലെ ഒരു വീട്ടുമുറ്റത്താണ് ഈന്തപ്പനകൾ നിറഞ്ഞ് കായ്ച്ച് കൗതുകമാകുന്നത്. അപൂർവ കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ മരുഭൂമി പ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഈന്തപ്പഴം ഇനി തൃശ്ശൂരിലും കായ്ച്ചിരിക്കുകയാണ്. കൊടകരയ്ക്കടുത്ത് ആളൂരിലെ പെരേപ്പാടൻ ഷിജോയുടെ വീട്ടുമുറ്റത്താണ് ഈന്തപ്പഴം നിറഞ്ഞു നിൽക്കുന്ന ഈന്തപ്പനകൾ ശ്രദ്ധേയമാകുന്നത്. മഞ്ഞ കലർന്ന നിറത്തിൽ കുലകളായി തൂങ്ങിയിരിക്കുന്ന ഈന്തപ്പഴങ്ങളാണ് വീടിന്റെ മുൻവശത്ത് കൗതുക കാഴ്ചയാകുന്നത്. 6 വർഷം മുമ്പ് മലപ്പുറത്ത് നിന്നാണ് ഷിജോ ഈന്തപ്പന തൈകൾ എത്തിച്ച് നട്ടുപിടിപ്പിച്ചത്. അന്ന് ഒരു തൈക്ക് ഏകദേശം 8000 രൂപ ചെലവായിരുന്നുവെന്ന് ഷിജോ പറയുന്നു. ഞങ്ങൾ ഈ ഈന്തപ്പന കൊണ്ട് നടുന്ന സമയത്ത് അവരോട് പറഞ്ഞിരുന്നത് മണലിടാൻ പറഞ്ഞത്. മണൽ അടിയിൽ കുഴികുത്തിയിട്ട് മണലിട്ട് അതിൻ്റെ മുകളിൽ കരിയില പിന്നെ കുറച്ച് വളം തന്നിരുന്നു അവർ. അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. ചാണപ്പൊടി ഉണ്ടായിരുന്നു അതിനകത്ത്, പിന്നെ എന്തൊക്കെയോ മിക്സ് ചെയ്ത വളങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ ശരിക്കും ഇട്ടിട്ടുണ്ട്. നല്ല ഒരു ചാക്കോളം ഇട്ട് നിറച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും മണലിട്ടിട്ടാണ് ഇത് ഞങ്ങൾ വെച്ചിരുന്നത്. ഏകദേശം ഇതിൻ്റെ താഴ്ച തന്നെ ഒരു 3 ഫീറ്റോളം താഴ്ചയുണ്ട്. ഇതിന് അടിക്കട താഴ്ച എന്ന് പറയുന്നത് ഇത് നല്ല താഴ്ത്തി വെച്ചിരുന്നത്. കാറ്റത്ത് അങ്ങനെ ചെരിഞ്ഞ് പോയാലെന്ന് പേടിച്ചിട്ട് അതിന് പ്രത്യേകത കാരണം പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. വളം അടിവളം കൊടുത്തിട്ടുണ്ട് ഇതിന്. 3 അടി താഴ്ചയിൽ കുഴിയെടുത്ത് അതിൽ മണൽ വിരിച്ച് കരിയില, ചാണകം, മറ്റ് ജൈവവളങ്ങൾ എന്നിവ ചേർത്ത ശേഷമാണ് തൈകൾ നട്ടുപിടിപ്പിച്ചത്. അലങ്കാര ആവശ്യത്തോടെയായിരുന്നു വീടിന്റെ മുൻവശത്ത് 8 ഈന്തപ്പനകൾ നട്ടത്. കഴിഞ്ഞ വർഷം ഒരു മരത്തിലാണ് കായ്ച്ചിരുന്നതെങ്കിൽ ഇത്തവണ 2 ഈന്തപ്പനകളിൽ ഫലം ലഭിച്ചു. ചൂടേറിയ കാലാവസ്ഥയിലും പ്രത്യേക പരിപാലനത്തിലൂടെയാണ് ഈന്തപ്പനകൾ ഇവിടെ വളർന്നതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. വീട്ടുമുറ്റത്ത് ഈന്തപ്പഴം കായ്ച്ചതറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് ഈ അപൂർവ കാഴ്ച കാണാൻ ആളൂരിലേക്ക് എത്തുന്നത്. മീഡിയ ടൈം, ആളൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അങ്കമാലി സ്വദേശിനിയായ മലയാളി അഭിഭാഷകയെ ബംഗളൂരു മത്തിക്കരയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. അങ്കമാലി തെക്കേടത്ത് വീട്ടിൽ ജോയിയുടെ മകൾ 28 വയസ്സുള്ള അനുഷ ജോയാണ് മരിച്ചത്. 2 മാസം മുൻപാണ് ഇവർ ബംഗളൂരുവിൽ എത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം യശ്വന്തപുര പോലീസിൽ പരാതി നൽകി. മൃതദേഹം MS രാമയ്യ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി.
മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സഹസ്രനാമ ജപ സമർപ്പണം നടന്നു. ക്ഷേത്രം ഭജന സമിതിയുടെ സഹസ്രനാമ പഠനശാലയുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമ ജപ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് ക്ഷേത്രത്തിൽ നാമജപ സമർപ്പണം നടത്തിയത്. ആചാര്യന്മാരായ ദിലീപ് നായർ, മായ എന്നിവർ നേതൃത്വം നൽകി. കൊടകര ടൗണിലെ PWD കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണം ആരംഭിച്ചത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനയൻ തോട്ടാപ്പള്ളി, മിനി ദാസൻ, അഭിലാഷ് TS, അംഗങ്ങളായ ബിജി ഡേവിസ്, ബബീഷ് CM, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ ദേവസി എന്നിവർ നേതൃത്വം നൽകി. കാനയിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡ് തകർന്നു വീണ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം വൈകിയെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. തൃശൂർ അമലാനഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിനെ തുടർന്ന് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി. തെരഞ്ഞെടുപ്പ് സമയത്ത് മാളയിൽ CPM തനിക്കെതിരെ വലിയ ആക്ഷേപങ്ങളാണ് പ്രചരിപ്പിച്ചിരുന്നതെന്ന് മന്ത്രി OJ ജനീഷ്. വയനാട് ഫണ്ട് ഉപയോഗിച്ചാണ് പോസ്റ്ററും ബാനറും തയ്യാറാക്കിയതെന്ന് DYFI പ്രചരിപ്പിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.